നമസ്കാരം. സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന നിഗമനത്തിലേക്ക് പോലീസ്. തിരുവനന്തപുരം നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന്റെ ലക്ഷണങ്ങളൊന്നും മുറിയിൽ കണ്ടില്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമേ മരണകാരണം അറിയാൻ കഴിയുമെന്നും കന്റോൺമെന്റ് പോലീസ് പറഞ്ഞു. സീരിയൽ ഷൂട്ടിങ്ങിനായി എത്തിയതായിരുന്നു ദിലീപ് ശങ്കർ. ഇടയ്ക്ക് 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. ഷൂട്ടിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് വിവരം അറിയിക്കാൻ സീരിയലിന്റെ അണിയറ പ്രവർത്തകർ ഫോൺ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തിരുന്നില്ല. ഞായറാഴ്ച മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. എല്ലാവരോടും സൗഹൃദം പുലർത്തിയിരുന്ന അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ അധികം ശ്രദ്ധ കാട്ടിയിരുന്നില്ല. കരൾ സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. അതിന്റെ തീവ്രത വകവെക്കാതെയാണ് പലപ്പോഴും ഷൂട്ടിങ്ങുകളിൽ പങ്കെടുത്തിരുന്നത്. മരണകാരണവും രോഗത്തോട് കാട്ടിയ അലംഭാവമാകുമെന്ന വിലയിരുത്തലുണ്ട്. പഞ്ചാഗ്നി എന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിനായി 19-നാണ് ദിലീപ് മുറിയെടുത്തത്. 26 വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നില്ല. ശനിയാഴ്ച സീരിയലിന്റെ പ്രൊഡക്ഷൻ മാനേജർ ഫോണിൽ വിളിച്ചിട്ടും ദിലീപിനെ കിട്ടിയില്ല. ഇതോടെ അവരും ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി. അപ്പോഴാണ് മരണവിവരം അറിയുന്നതും. അഭിനയത്തിന് പുറമെ ബിസിനസ് രംഗത്തും സജീവമായിരുന്നു. എറണാകുളം തെക്കൻ ചിറ്റൂർ മത്തശ്ശേരിൽ തറവാട്ടിൽ ദേവാങ്കണത്തിൽ ദിലീപ് ശങ്കർ. ചപ്പാത്തി, ദോശമാവ് തുടങ്ങിയ റെഡി ടു ഈറ്റ് വിഭവങ്ങളാണ് ഇദ്ദേഹത്തിന്റെ കമ്പനി വിപണിയിലെത്തിക്കുന്നത്. ഭാര്യ സുമയാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കിയിരുന്നത്. ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ദേവ, വിദ്യാർത്ഥിയായ ധ്രുവ് എന്നിവരാണ് മക്കൾ. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. തിങ്കളാഴ്ച രാവിലെ 6 മുതൽ 11 വരെ ചിറ്റൂരിലെ വീട്ടിലും 12 മണി വരെ ചിറ്റൂർ സെന്റ് മേരീസ് സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. സംസ്കാരം ചേരാനല്ലൂർ ശ്മശാനത്തിലാണ്. അഭിനയത്തിന്റെ മികവിനൊപ്പം സീരിയലിലെ സൗമ്യ മുഖമായിരുന്നു ദിലീപ് ശങ്കർ. തികഞ്ഞ അർപ്പണബോധത്തോടെ അഭിനയത്തെ സമീപിച്ച നടൻ. 25 വർഷമായി സീരിയൽ സിനിമാ രംഗത്ത് സജീവമായിരുന്നു. ജൂഡ് അട്ടിപ്പേറ്റിയുടെ റോസസ് അറ്റ് ഡിസംബർ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തെത്തിയ അദ്ദേഹം തമിഴ് ഉൾപ്പെടെ 50-ലേറെ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. MG യൂണിവേഴ്സിറ്റിയുടെ കലാപ്രതിഭ ബഹുമതിയും നേടിയിട്ടുണ്ട്. മനോജ് സംവിധാനം ചെയ്യുന്ന പഞ്ചാഗ്നി എന്ന സീരിയലിൽ അഭിനയിക്കാനാണ് തലസ്ഥാനത്തെത്തിയത്. അടുത്ത ദിവസത്തെ ഷൂട്ടിങ്ങിനെ കുറിച്ച് പറയാനായി കൺട്രോളർ ദീപു പലതവണ വിളിച്ചെങ്കിലും മൊബൈൽ ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് കൺട്രോളറെ ഹോട്ടലിലേക്ക് അയക്കുകയായിരുന്നു. ഹോട്ടൽ മുറിയിലെത്തി വിളിച്ചെങ്കിലും റൂം അടഞ്ഞു കിടന്നിരുന്നു. മുറിക്കുള്ളിൽ നിന്ന് രൂക്ഷമായ ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ ജനാല വഴി നോക്കിയപ്പോഴാണ് നിലത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന അമ്മയറിയാതെ എന്ന സീരിയൽ അടക്കമുള്ളവയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ദിലീപ് ശങ്കർ. ചാപ്പാക്കുരിശ്, 24 നോർത്ത് കാതം തുടങ്ങിയ സിനിമകളിലും ചെറുവേഷങ്ങൾ ചെയ്തിരുന്നു. പ്രജാപതി, ബ്ലാക്ക് എന്നീ സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗ്രാമഫോൺ, മഹീഷ് മാരുതിയും തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളിയും നയൻതാരയും അഭിനയിച്ച പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. അഭിനയത്തോടുള്ള മോഹം കൊണ്ട് MBBS പഠനം പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഈ വഴിക്ക് തിരിഞ്ഞ നടനാണ് ദിലീപ് ശങ്കർ. MBBS പഠനത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചേർന്ന ദിലീപ് അഭിനയത്തോടുള്ള അടങ്ങാത്ത കമ്പം മൂലമാണ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതും അഭിനയത്തിലേക്ക് തിരിയുന്നതും. ഡോക്ടറാകേണ്ട ആളല്ല താനെന്ന് ബോധ്യമായ ശേഷം MSc കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് മലയാളത്തിലും തമിഴിലും എല്ലാമായി നിരവധി വേഷങ്ങൾ ചെയ്തു. സിനിമയിൽ ചെറുവേഷങ്ങളിലൂടെ തുടങ്ങിയ അദ്ദേഹത്തിന് പക്ഷേ സീരിയൽ രംഗത്ത് സുപ്രധാന പരിവേഷമായിരുന്നു. ജനപ്രിയ സീരിയലുകളിലെ വേഷങ്ങളിലൂടെ ജനമനസ്സുകളിലേക്ക് അദ്ദേഹം ഇടിച്ചു കയറി.